എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിന്നും താരം എന്ന പ്രോഗ്രാമിലേക്ക് ജയഘോഷപരമായ സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 3 നേതാക്കന്മാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു കേരള മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അച്ചുമാമൻ. അച്ചുമാമൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം അച്ചുമാമൻ. നമസ്കാരം. നമസ്കാരം. അച്ചുമാമ, ഈ സ്മാർട്ട് സിറ്റിയൊക്കെ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത് അച്ചുമാമൻ? സ്മാർട്ട് സിറ്റി കേരളത്തിൽ യാഥാർത്ഥ്യമായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും എന്നെ വികസന വിരോധി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, VS എന്ന് പറഞ്ഞാൽ വെരി സ്മാർട്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പ്രേക്ഷകരോട് അച്ചുമാമൻ എന്താണ് പറയാനുള്ളത്? എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളോടെല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട്. വേറൊന്നും കൊണ്ടല്ല. ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാം എന്നും പറഞ്ഞ് എനിക്ക് ടാക്കിയതുപോലെ ആക്കാതെ ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട്. താങ്ക് യു അച്ചുമാമൻ. അടുത്തതായിട്ട് തെന്നും താരത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ തൊമ്മൻചാണ്ടി സാറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം തൊമ്മൻചാണ്ടി സാർ. അല്ല സാറേ, സാറിപ്പം ഭരണത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ സാർ ഇത്രയും ആൾക്കാർ വന്നിട്ടൊന്ന് വിഷയം പോലും ചെയ്തില്ലല്ലോ? വിഷയം എന്റെ കൈയുടെ കെട്ടൊന്ന് വെച്ച് കയ്യിലെന്ത് കെട്ടി? കൈ കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സാർ എന്താ ചെയ്തോ? ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ എങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ കൈ ഫ്രണ്ടിലെ സീറ്റിടെ കയറാൻ നിൽക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം തൊമ്മൻചാണ്ടി സാറിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തതായി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയകരനായ ചുരുളീധരൻ സാർ. പ്ലീസ് വെൽക്കം ടു തെന്നും താരം ചുരുളീധരൻ സാർ. കം ഓൺ. അല്ല സാറേ, ബാക്കിയുള്ള 2 ടീമുകൾ വന്നപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെ താലവുമായിട്ടുണ്ടായിരുന്നു. സാറിന് മാത്രം എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ ഭരണമില്ലാത്തതുകൊണ്ട് അവര് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തനിയെ വീശുന്നത്ര സുഖം വേറെ ഒന്നുമില്ല. അതെ, അനുഭവം ഗുരു. അപ്പൊ സാറിനോട് ഒരു കാര്യം ചോദിക്കണം. ഈ പ്രേക്ഷകർക്കെല്ലാം ആഗ്രഹമുണ്ട്. സാറിന് ഏത് പാർട്ടിയിലേക്കാണ് ഇനി ലയിക്കാൻ പോകുന്നത്? ആര് വിളിച്ചാലും പോകും. വിളിക്കോ? ഇവിടെ വിളിക്കോ? ഇല്ല, ഇവിടെ ആരും വിളിക്കൂലെന്നാ പറയുന്നത്. ആര് വിളിച്ചാലും സാറ് പോകും. ഇപ്പൊ നമ്മൾ 3 ടീമുകളെ നമ്മൾ പരിചയപ്പെട്ടു. സാർ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാവോ? പരിപാടി തുടങ്ങിക്കോ. എല്ലാം അറിയാം. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ ഫേവറേറ്റ് സോങ് റൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം പാടാം. 2ാമത്തെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് റൗണ്ട്. ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. അപ്പം ഈ 2 പേരെ മാത്രമേ ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട് 3ാമത്തെ ആളെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. 3ാമത്തെ ആള് നമ്മൾ സ്വന്തമായിട്ട് രചിച്ച പാട്ടൊക്കെ പാടാം. എന്ത് പാട്ട് പാടാം? ഇഷ്ടമുള്ള പാട്ട് പാടാം. അപ്പൊ തുടങ്ങാമല്ലോ. തിന്നും താരത്തിൽ ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പാടിക്കോളാം. സാറ് പാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്റെ കൂടെ ഞാൻ പാടാം. ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പാട്ടാണ് പാടുന്നത്. അദ്ദേഹത്തിന് ഒരു ഭഗവാന്റെ സ്ഥാനമാണ് എന്റെ മനസ്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള. ഒരു ഭഗവാനോട് ഒരു ഭൃത്യന് ചോദിക്കുന്ന ചില സംശയങ്ങളാണ്. അങ്ങോട്ട് ഇപ്പം പാട്ട് തുടങ്ങാൻ പോവുകയാണ്. നല്ല രീതിയിൽ തുടങ്ങാൻ പോവുകയാണ്. തൊമ്മൻചാണ്ടി സാറിന്റെ പാട്ടാണ് ആദ്യം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സാർ തുടങ്ങാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരുക്കുപണികളൊക്കെ സാധാരണയായിട്ട് കുറെ നാളായി. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. എന്തേ മാമനു കറുപ്പു നിറം, എന്തേ മാമനു കറുപ്പു നിറം, എന്തേ മുഖ്യനിത്ര കറുപ്പു നിറം, പെരിയാറിൽ കുളിച്ചതിനാലോ കരിമണൽ കുളിച്ചതിനാലോ അച്ചുമാമേ ചൊല്ലുവിൻ സ്വന്ത പാർട്ടിക്കാർ കരി തേച്ചതാണോ, എന്തേ മാമനു കറുപ്പു നിറം. അത് കലക്കി. നല്ല അടിപൊളി പാട്ടായിരുന്നു. എന്നാലും നമ്മുടെ സാറിന് ഇത്ര കളിയാക്കണ്ടായിരുന്നു. കറുപ്പ് നിറം വെച്ച് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത ഊഴം നമ്മുടെ അച്ചുമാമയ്ക്കാണ്. പ്രിയമുള്ളവരെ, ഞാൻ കറുത്തുപോയതാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം.
എന്നെ കുറിച്ച് പാടാൻ എന്റെ പാർട്ടിക്കാർ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പാടിത്തരാം. പിടിച്ചോ, റെഡി, 1 2 3. അച്ഛമ്മയുടെ പാട്ടാണ്. പൈനാപ്പിൾ സുന്ദരനല്ല, ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. പൈനാപ്പിൾ സുന്ദരനല്ല, ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗവനാണ്. പാർട്ടി പറയണ കേട്ടി നടക്കണ സോദരനാണ്. പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ്. ചുമ്മാ മണ്ണ് പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ്. മാത്രമുള്ളൂ. നല്ല അടിപൊളി പാട്ടായിരുന്നു അച്ഛനാണ് നമുക്ക് വേണ്ടി പാടിയത്. അടുത്ത ഊഴം സുരളീധരൻ സാറിനാണ്. സാറ് റെഡിയാണല്ലോ? റെഡിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ചോദിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രം ഞാൻ അച്ഛൻ അറിയാതെ എഴുതി സംഗീതം ചെയ്തൊരു പാട്ടാണ്. സാർ സ്വന്തമായിട്ട് പാടിക്കോട്ടെ? ഓക്കെ. ഇതൊരിപ്പോ തെറ്റിമ കയറിയിരിപ്പാ, അച്ഛനും കൊച്ചനും ചെത്തിയും തെറ്റുകൾ ചെയ്തൊരിപ്പോ തെറ്റിമ കയറിയിരിപ്പാ. കുക്കുറുവേളുമ്പൻ മോണൽ കാട്ടിച്ചിരിച്ചു. പണ്ടൊരു പാർട്ടിയിലെത്തി, പാർട്ടി പലതായി പിളർത്തി ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ലീഡർ ചമഞ്ഞിരുന്നു. അന്ന് കൂടെ നിന്ന പലരും ഇപ്പോൾ തെറ്റുകാറിൽ ഇന്നു ഞെളിഞ്ഞിരിപ്പാറിൽ പാഞ്ഞ ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ തന്നെ ചടഞ്ഞിരിപ്പാറിലിരുപ്പ്. റാലികൾ പലതും നടത്തി നാട്ടിലെ തൊഴിലും കെടുത്തി. കൂട്ടത്തി കൂട്ടിയില്ല, നാടും വീടും വേറുത്തു. ഗുരുവായൂരപ്പനെ വിളിച്ചു, ഭഗവാനും കൈയൊഴിഞ്ഞു. നമ്മുടെ പാവം സുരേന്ദ്രൻ സാറിന്റെ ജീവിതകഥ തന്നെയാണ് ഒരു പാട്ടായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് മത്സരം തീർന്നിരിക്കുകയാണ്. 3 ടീമുകൾക്കും തുല്യ പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. അതിനായിരുന്നു കൈയടിച്ചാട്ട്. അടുത്തതായിട്ട് നമ്മുടെ ഡയലോഗ് പറയുന്ന റൗണ്ടാണ്. അതായത് അറിയാമല്ലോ, വോയിസ് റൗണ്ട്. ആരാണ് ആദ്യമായിട്ട്? അച്ഛമാമനാണ് ആദ്യമായിട്ട് വോയിസ് എടുക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാനിവിടെ എടുക്കാൻ പോകുന്ന സിനിമാ താരത്തിന്റെ പേര് ഭരത് മമ്മൂട്ടി. അതിന് കാരണമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്നപ്പോ ലാൽ സലാം എന്നിങ്ങനെ പറയാതെ ലാൽ സലാം എന്ന് പറയുകയാണ് ഉണ്ടായത്. പിടിച്ചോ, മമ്മൂട്ടി. ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിച്ചതുകൊണ്ട് പലരും പാലാരി വട്ടം. വ്യാജസീഡി വേട്ട നടത്തിയവൻ ചന്തു. ചായക്കടിക്ക് 1 രൂപ കുറച്ചവൻ ചന്തു. വെറും 9 രൂപയ്ക്ക് പച്ചക്കറിക്കിറ്റ് കൊടുത്തവൻ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മടങ്ങിപ്പോ മടങ്ങിപ്പോടോ. വളരെ മനോഹരമായിരുന്നു അച്ഛമാമൻ സാറിന്റെ മമ്മൂട്ടി. അടുത്ത ചാൻസ് എന്റെ ചാൻസ് തൊമ്മൻചാണ്ടി സാറാണ്. ഞാൻ എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ശബ്ദമാണ് ഇരിക്കുന്നത്. ഓക്കെ. அவர் எஃபெக்ட் கொடுத்ததா? என் பேரு கொஞ்சம் இருக்கிற ஒரு பேருக்கு சாண்டி. இந்த சாண்டி ஒரு தடவை சொன்னா 100 ദിവസത്തിനുള്ളിൽ അത് നടത്തി കൊടുക്കും. അതാണ് ചാണ്ടി. താങ്ക് യു. തൊമ്മൻചാണ്ടി സാറിന്റെ രജനീകാന്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അടുത്ത ഊഴം സുരേന്ദ്രൻ സാർ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ രൂപത്തിനും സൗന്ദര്യത്തിനും പറ്റിയ ഒരാളുള്ള മലയാള സിനിമയിൽ ആരാ? മോഹൻലാലിന്റെ പിടിച്ചു. അടുത്തതായി സുരേന്ദ്രൻ സാറിന്റെ മോഹൻലാൽ.
അയ്യോ സവാള ഗിരി 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 വെറുതെ ഇരിക്കല്ലേ കുൻഫു അത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റാലിക്ക് പോയതുകൊണ്ട് ടൈം കിട്ടിയില്ല. പിന്നെ കരാട്ടെ അത് പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. പിന്നെ ആകെ കൂടി അറിയാവുന്നത് നല്ല നാടൻ മുണ്ടുവലിച്ചൂരാണ്. അതൊരു മത്സരമല്ലാത്തതുകൊണ്ട് ഖപ്പൊന്നും കിട്ടിയില്ല. പിന്നെ വീട്ടിൽ വന്ന് നോക്കിയാ അലമാരയില് ഈ സൈസ് ഈ ഒറ്റയ്ക്ക് വെച്ചിരിക്കുക കരക്കാരെ മുണ്ട് വലിച്ചൂരിയത്. അപ്പൊ വരട്ടെ. 2 റൗണ്ടുകൾ നടന്നിരിക്കുകയാണ്. ഇനിയിപ്പം സമ്മാനദാനം നമുക്ക് പ്രഖ്യാപിക്കാം. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പം 2 ടീമുകളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നും ചുള്ളിയുടെ സാർ ഔട്ടായിരിക്കുകയാണ്. അപ്പൊ സാർ വേറെ ഒന്നും പറയണ്ട. ഇത്രയും ആൾക്കാരിക്കുന്ന സമയത്ത് സാറുണ്ടല്ല ഈ മുണ്ടൊക്കെ വലിച്ചു വരുന്നത് ശരിയായില്ല. ഇപ്പൊ സമ്മാനദാനം കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സമ്മാനദാനം കൊടുക്കാൻ ഏറ്റവും യോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുള്ള ഒരാളുണ്ട്. തലമുതിർന്ന ലീഡർ സാറിന് സമ്മാനദാനം നൽകാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം ലീഡർ സാർ. സാർ പ്ലീസ് വെൽക്കം തിന്നും താരം എന്ന പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. സാർ ഇപ്പോൾ സാറിന് ഇപ്പൊ എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ? സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇപ്പൊ സമ്മാനം കൊടുക്കാമല്ലോ. സാർ അങ്ങ് സമ്മാനം കൊടുത്താട്ടെ ഇവർക്ക്. ജയിച്ച് 2 പേർക്ക്. ഫസ്റ്റ് പ്രൈസ് നമ്മുടെ അച്ഛമാമനാണ്. സെക്കൻഡ് പ്രൈസ് ചുള്ളിലൽ സാറിന്. ഇപ്പൊ സമ്മാനദാനം ഇവിടെ നൽകിയിരിക്കുകയാണ്. സന്തോഷമായ 2 ടീമുകൾക്കും. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടെ സമ്മാനം കിട്ടി. പക്ഷേ നമ്മളിൽ ആരാണ് കേമൻ എന്ന കാര്യത്തിൽ ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കൊരു സംശയമുണ്ട്. കേവൻ ഞാൻ തന്നെ. അല്ല, അതങ്ങനെ വായനനാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാനൊരു ചോദ്യം ഇയാളോട് ചോദിക്കും. ചോദിച്ചു. അതിന് മറുപടി ഇദ്ദേഹം പറയുമോ? ഓക്കെ, ഞാൻ പറഞ്ഞോളാം. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി. എടോ ചാണ്ടി, അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ചാണ്ടി ഒന്ന് കണ്ണാടി നോക്കിയാൽ മാത്രം പോരെ, കുരങ്ങിനെ കാണാമല്ലോ. അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു. അച്ഛമാമ കണ്ണാടി നോക്കുമ്പോ കുരങ്ങിനെ കണ്ടെന്ന് വെച്ച് ഞാൻ നോക്കും, എല്ലാവരും നോക്കുമ്പോ കാണുന്നില്ല കേട്ടോ. അടുത്ത നമ്മളൊരു കാട്ടിൽ ചെല്ലുന്നു. കാട്ടിൽ നമ്മൾ പെട്ടെന്ന് കാട്ടിൽ ചെല്ലുമ്പോ കാട്ടിൽ ഒരു സിംഹം ചാടി വീഴുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം സിംഹം ചെയ്തോളും. അടുത്ത ചോദ്യം എന്റെ, ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വരം ഏത്? പോയി, ഓർമ്മയില്ല. ക്ലൂ വേണോ? ക്ലൂ. ഇയാൾക്കും ഇയാളുടെ പാർട്ടിക്കാർക്കും ഇതുവരെ കിട്ടാത്തതും ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വരം ഏത്? ചാണ്ടി, ഇയാൾക്കും ഇയാളുടെ പാർട്ടിക്കാർക്കും ഇതുവരെ കിട്ടാത്തതും ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വരം മാത്രമേ ഉള്ളൂ. ഏതാണ് വരം? വിവരം. ലാസ്റ്റ് ചോദ്യം ഞാൻ പറയാം. കുരങ്ങന്റെ കയ്യിൽ നിന്ന്, അതായത് അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ ഇരിക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത് ഏത്? നാണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയാൽ അതേതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സമ്പന്നമായ സദസ്സിന്റെ മുന്നിൽ വെച്ചാൽ അതിനെക്കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല. ഉത്തരം മുട്ടുന്ന കൊഞ്ഞനെ കാണിക്കരുത്. അയ്യോ, ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല. എന്റെ മുഖം സ്വതവേ ഇങ്ങനെയാ. വലിയ വർത്താനൊന്നും പറയണ്ട. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് പോലും, പ്രതിപക്ഷ നേതാവാ. 2 രൂപയുടെ ഒരു ചീപ്പൊക്കെ മേടിച്ച് മുടിയൊക്കെ ഒന്നിരി വൃത്തിമനായിട്ട് നടന്നുകൂടെയോ തനിക്ക്? ജന്മനാ മുടി മുറിക്കയില്ല, ഉള്ളത് ഇട്ടിരി വയ്ക്കുകയില്ല. നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടോ? അതിന് ചോദിച്ച ഉത്തരം പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. മാന്യന്മാരുടെ മുഖത്ത് നോക്കി അത് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ ചെവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണോ? മാങ്ങാണ്ടിയായിരുന്നു. അതാണ് കുഴപ്പം. ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കും, ഇവരത് വേറെ വല്ലതുമായിട്ട് വിചാരിക്കും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിചാരിക്കും, ഇവർ വേറെന്തെങ്കിലും വിചാരിക്കും. പിന്നെ എങ്ങനെ പോയാൽ നമ്മുടെ കേരളം എങ്ങനെ രക്ഷപ്പെടും? ഗുഡ് ബൈ.